interview. What if I'm wearing something this deep? That is going to make him uncomfortable. That is not how it is. എനിക്ക് എൻ്റെ ശരീരം ആണ് എൻ്റെ സ്വാതന്ത്ര്യമാണെന്ന് പറയാൻ പറ്റില്ല. അതിന് ഡെഫിനറ്റ് ആയിട്ട് ലിമിറ്റേഷൻസ് ഉണ്ട് നമുക്ക്. അപ്പം ഞാൻ പറയുന്നത് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ പലതും എക്സിബിഷനിസമായിട്ട് തോന്നിയിട്ടുണ്ട്. വെൻ മെൻ ഇപ്പം ഞാൻ ബസ്സിലിരിക്കുമ്പോൾ ആൾക്കാരിങ്ങനെ മുണ്ടുപൊക്കി കാണിച്ചിട്ടുണ്ട്. ജസ്റ്റ് ബിക്കോസ് നമ്മൾ ആണുങ്ങൾക്ക് ഒറ്റ ലൈംഗിക അവയവേ ഉള്ളൂ എന്നാണല്ലോ നമ്മൾ കണക്കാക്കപ്പെടുന്നത്. അതായത് അങ്ങനെയാണ് നമ്മൾ അത് കാണിക്കുന്നതിനാണ് നമ്മൾ എക്സിബിഷനിസം എന്ന് പറയുന്നത്. സോ വാട്ട് ആർ വുമൻ ഡൂയിങ് ഓൺ ഇൻസ്റ്റഗ്രാം? ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് അപ്പോൾ ആൾക്കാർ ചോദിക്കുമോ നിങ്ങൾ ഫോട്ടോഷൂട്ട് ചെയ്തില്ലേ? ഐ ഡിഡ് എ ഫോട്ടോഷൂട്ട് എസ്തെറ്റിക്കലി ഒരു കോൺസെപ്റ്റിന് വേണ്ടി ചെയ്ത ഫോട്ടോഷൂട്ടാണ്. ദർ ആർ ന്യൂഡ് ഫോട്ടോഗ്രാഫി വിച്ച് ആർ വെരി ഗുഡ്, വെരി ബ്യൂട്ടിഫുൾ, ബട്ട് I have seen someone making cold coffee wearing a bra. That is exhibitionism. She is in a way provoking or whatever, she has a sexual intent inside it. അപ്പം എനിക്ക് ഹണി റോസിൻ്റെ കാര്യത്തിൽ തോന്നിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ റെസ്പെക്റ്റ് ഉള്ള ആളാണ്. ആൻഡ് ഷീ ഡസൻ ഡിസേർവ് എനി കമൻറ്റ് ദറ്റ് ബോബി ചെമ്മണ്ണൂർ സെഡ്. അതിലൊന്നും എനിക്ക് യാതൊരു എതിര അഭിപ്രായവും ഇല്ല. പക്ഷേ നമ്മൾ പറയില്ലേ സമൂഹത്തിനൊരു അപജയമുണ്ട്, ഒരു വീക്ക്നെസ് ഉണ്ട് എന്ന് ഹണി റോസിന് മുന്നേ അറിയാമായിരുന്നു. അതിനുള്ള ബുദ്ധി അവർക്കുണ്ട്. ഷീസ് നോട്ട് ദാറ്റ് അത്രയും ഇന്നസെൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഷീ ന്യൂ വാട്ട് ഷീസ് ഡൂയിങ് ആൻഡ് ഷീ നോ ദാറ്റ് ഇസ് അപ്പോൾ പൈസ ഉണ്ടാക്കുന്നത് തെറ്റാണോ? പൈസ ഉണ്ടാക്കുന്നത് തെറ്റൊന്നല്ല, പൈസയൊക്കെ ഉണ്ടാക്കാം. പക്ഷേ ഷീസ് ഷോയിങ് എ വെരി ബാഡ് എക്സാമ്പിൾ ടു ഓൾ ദ വുമൻ ഹു ആർ സ്ട്രഗ്ലിങ് ഇൻ ദ ഇൻഡസ്ട്രി. എല്ലാവരും സ്ട്രഗിൾ ചെയ്യുവാണ്. ഇപ്പം ഞാൻ സ്ട്രഗിൾ ചെയ്യുന്ന പോലെ എനിക്കറിയാം 100 പേര് സ്ട്രഗിൾ ചെയ്യുന്നത്. അങ്ങനെ ഒരു ഇൻഡസ്ട്രിയിൽ ഒരു മോശം മാതൃകയാണത് കാണിക്കുന്നത്. ഇഫ് ഐ ഡോണ്ട് ഹാവ് മൂവീസ് ഐ ക്യാൻ ഡു ദിസ്, ഐ ക്യാൻ മേക്ക് മണി ലൈക്ക് ദിസ്. ആഫ്റ്റർ ഓൾ ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ അബൌട്ട് മണി. ഇറ്റ് ഈസ് അബൌട്ട് സെൽഫ് റെസ്പെക്ട്. ഇറ്റ് ഷുഡ് ബി അബൌട്ട് സെൽഫ് റെസ്പെക്ട്. ഇറ്റ് ഷുഡ് ബി അബൌട്ട് യുവർ ക്രാഫ്റ്റ്. ഇറ്റ് ഷുഡിൻ ബി അബൌട്ട് ദ ബോഡി യു ഹാവ്. യു ഹാവ് ടു യൂസ് യുവർ ബോഡി ഫോർ ദ ക്രാഫ്റ്റ്. അല്ലാതെ നിങ്ങൾ ചെയ്യുന്ന എന്ത് കാര്യമാണെങ്കിലും നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കുന്നതിൽ എന്താണ് തെറ്റ്? തെറ്റൊന്നുമില്ല. ദർ ആർ പ്രോസ്റ്റിറ്റ്യൂട്ട് ഹു മേക്ക് മണി, ബട്ട് ദാറ്റ് ഇസ് എത്തിക്കലി റോങ് ഫോർ മീ. മേ ബി നോട്ട് ഫോർ യു, നോട്ട് ഫോർ അതർ പീപ്പിൾ. ഇഫ് ദേ ആർ അവർക്ക് ഭക്ഷണം കഴിക്കാൻ പൈസ ഇല്ലാതെ അവരത് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ അതിലൊരു തെറ്റ് കാണില്ല. ഇഫ് ദേ ഡോണ്ട് ഹാവ് എനി അതർ ചോയ്സ്, അതർവൈസ് ഇറ്റ്സ് റോങ് അല്ലേ? അല്ല, ഇപ്പം ചിലപ്പോഴൊക്കെ ഇപ്പോൾ മൈ ബോഡി മൈ റൂൾസ് എന്നൊക്കെ പറയാറുണ്ട്. ഇപ്പോൾ ചിലവരെ ക്ലീവേജ് കാണിച്ചിട്ടുള്ള ഡ്രസ്സ് ഇടുന്നു. അത് വളരെയധികം വളരെ പ്രശസ്തരായിട്ടുള്ള ഫാഷൻ ഡിസൈനേഴ്സ് ആയിരിക്കും ആ ഡ്രസ്സൊക്കെ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ദിവ്യപ്രഭ ഇട്ട വസ്ത്രം തന്നെ മറ്റേ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ. അപ്പോൾ അത്തരം വസ്ത്രങ്ങളൊക്കെ ഇടുമ്പോൾ ഒരുപാട് വിമർശനങ്ങളൊക്കെ അവർ കേൾക്കുന്നുണ്ട്. പ്രത്യേകിച്ചും അവരൊക്കെ മലയാളി താരങ്ങളായതുകൊണ്ട്, മലയാളികളായതുകൊണ്ടല്ലേ ഇത്രയും വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നത്. ഇപ്പോൾ ഒരു വിദേശ വനിതയാണെങ്കിൽ ഇതുപോലത്തെ ഡ്രസ്സ് ഇട്ട് നടക്കുകയാണെങ്കിൽ, ക്ലീവേജ് കാണിച്ചൊരു ഡ്രസ്സ് ഇട്ട് നടക്കുകയാണെങ്കിൽ ആരും ഒന്നും പറയാനും പോകത്തില്ല, ഒന്നും കമൻ്റ് ഇടാനും പോകത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു ഇതും കൂടെ ഇല്ലേ? ഓഫ് കോഴ്സ് വേറൊരാളുടെ ഇഷ്ടത്തിനല്ല നമ്മൾ വേഷം ഇടേണ്ടത്. ഡെഫിനറ്റ്ലി നമ്മുടെ ഇഷ്ടത്തിന് തന്നെയാണ്. നമുക്ക് കംഫർട്ടബിൾ ആയതുമാണ് നമ്മൾ ഇടേണ്ടത്. എനിക്ക് പല സമയത്തും തോന്നിയിട്ടുണ്ട്, ജസ്റ്റ് ബിക്കോസ് ഐ എം എ വോക്ക് ഞാൻ ഇങ്ങനെ ഇടാം, മൈ ബോഡി മൈ റൂൾസ് ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇടാം. അങ്ങനെയല്ലല്ലോ അത്. ഞാൻ പറയട്ടെ, ഒരാൾ എന്തുദ്ദേശത്തിലാണ് ഒരു കാര്യം ചെയ്യുന്നതെന്ന് ഇപ്പോൾ അവരുടെ ഉദ്ദേശം നമുക്ക് അവരെ മനസ്സിൽ പോയി നോക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ അനുവിന് മനസ്സിലാവാറില്ലേ ഒരു വീഡിയോ കാണുമ്പോൾ എന്താണ് ഇതിൻ്റെ മനസ്സിലാവാറില്ലേ? അത്രയേ ഉള്ളൂ. അത് അത്രയും സിമ്പിളാണത്. അതിനെക്കുറിച്ച് എന്തുകൊണ്ടാണ് ഇപ്പോഴും ഇവിടെ കോൺവെർസേഷൻസ് ഉണ്ടാവാത്തതെന്ന് എനിക്കറിയില്ല. അതായത് എനിക്ക് തമാശ തോന്നിയത് ഹണി റോസ് കേരളത്തിലെ എല്ലാ സ്ത്രീകൾക്കും വേണ്ടി യുദ്ധം നയിക്കുകയാണെന്നൊക്കെയാണ് വാർത്താ ചാനൽസ് പറഞ്ഞുകൊണ്ടിരുന്നത്. അല്ല, ആ സമയത്ത് എല്ലാവരും ഹണി റോസിനെ വളരെ, ഞാൻ പറയുന്ന ഹണി റോസ് നിയമപരമായി എടുത്ത തീരുമാനം ഭയങ്കര നല്ലതാണ്. ദാറ്റ്സ് എ വെരി ഗുഡ് എക്സാമ്പിൾ. പക്ഷേ ഷീ ഷുഡൻ ആക്ട് ഇന്നസെൻറ്റ് ബിക്കോസ് ഷീ ഈസ് നോട്ട്. അവിടെയാണ് എൻ്റെ പ്രശ്നം. ആൻഡ് വൈ ഈസ് ദറ്റ് പീപ്പിൾ ആർ നോട്ട് ടോക്കിംഗ് അബൌട്ട് ഇറ്റ്? അതിലൊരു ഞാൻ 1-2 വളരെ ഫേമസ് ആയിട്ടുള്ള യൂട്യൂബേഴ്സ് എന്നെ ഇത് കണ്ടിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് അവർക്ക് ഞാൻ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് അറിയാം. ബട്ട് അവർ പറയുന്നത് ഞങ്ങൾക്ക് ഇന്നത്തെ സിറ്റുവേഷനിൽ അത് പറയാൻ പറ്റില്ല. അതെ, പലരും അങ്ങനെ തന്നെയാണ് എന്നോടും പറഞ്ഞത്. ഇന്നത്തെ സിറ്റുവേഷനിൽ നമുക്ക് ഈ ഒരു പ്രശ്നത്തിൽ ഹണി റോസിന്റെ കൂടെ എപ്പോഴാണ് നിങ്ങൾ അതിലൊരു കോൺവെർസേഷൻ ഉണ്ടാക്കാൻ പോകുന്നത്? then when are you going to have a conversation about it? അതാണ് എൻ്റെ ചോദ്യം. ഇപ്പം ഞാൻ പറഞ്ഞത്, ഞാൻ എൻ്റെ പോസ്റ്റിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവർ നടത്തുന്ന നിയമ പോരാട്ടം ബോബി ചെമ്മണ്ണൂർ പറഞ്ഞ കാര്യങ്ങൾ തെറ്റ് തന്നെയാണ്. നിയമ പോരാട്ടത്തിന് ഞാൻ അവരുടെ കൂടെ നിൽക്കുന്നുണ്ട്. എൻ്റെ പ്രശ്നമുള്ളത്
നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻറ്റൻഷൻ ഉണ്ട്, അതിനെക്കുറിച്ച് ഇവിടെ കോൺവെർസേഷൻ വരണം. അല്ല, പലപ്പോഴും അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള സ്ത്രീപക്ഷ പ്രവർത്തകർ, ഹണി റോസിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള സ്ത്രീപക്ഷ പ്രവർത്തകരും മറ്റ് സാമൂഹ്യ പ്രവർത്തകരും എഴുത്തുകാരികളെല്ലാം ഈ ഫറാസ് ഷിബ്ലയുടെ പോസ്റ്റ് കണ്ടപ്പോൾ എങ്ങനെയായിരുന്നു ഷിബ്ലയോടുള്ള ഒരു പ്രതികരണം? ഇല്ല, എങ്ങനെയായിരുന്നു? എനിക്ക് എല്ലാവർക്കും മനസ്സിലായ പോലെയാണ് ബേസിക്കലി തോന്നിയത്. മാലച്ചേച്ചിയൊക്കെ അന്ന് സ്ഥിരമായിട്ട് എന്തെങ്കിലും ഇല്ല മാലച്ചേച്ചിയൊക്കെ അന്ന് സ്ഥിരമായിട്ട് ചർച്ചയ്ക്ക് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മാലച്ചേച്ചി അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ അവരുടെ വേഷമല്ല പ്രശ്നം. ഞാനും അവരുടെ വേഷം നല്ല കേട്ടോ പറയണേ, പക്ഷെ അവരൊരു പ്രത്യേക ആംഗിളിൽ എടുക്കുന്നതാണ് പ്രശ്നം എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയായിരിക്കും എന്ന് മാലച്ചേച്ചി പറയുന്നുണ്ടായിരുന്നു. പക്ഷേ സർപ്രൈസിംഗ്ലി ഒരു സ്ത്രീകളും അവരെന്താ പറഞ്ഞതെന്നുള്ള പോലെ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. ബിക്കോസ് വാട്ട് ഐ ഫീൽ ഇസ് ലൈക്ക് എവ്രി വൺ നോസ് ദാറ്റ് ദാറ്റ്സ് ദ ട്രൂത്ത്, ബട്ട് ഇറ്റ്സ് ജസ്റ്റ് ദറ്റ് നോബഡി വാണ്ട്സ് ടു ടോക്ക് അബൌട്ട് ഇറ്റ്. ബിക്കോസ് അവർ ക്യാൻസൽ ആയി പോയാലോ, അവർ ആ വോക്ക് അല്ലാണ്ടായി പോയാലോ എന്ന് പേടിച്ചിട്ടാണ് സംസാരിക്കാതിരിക്കുന്നത്. എന്നെ സംബന്ധിച്ച് അനുവും ഒരു വർഷം മുന്നേ ഇതേ ടോപ്പിക്ക് സംസാരിച്ചു. ഇനോഗ്രേഷൻസിനെ കുറിച്ച് ഞാനൊരു ഇന്റർവ്യൂവിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അനുവായിട്ടുള്ള ഇന്റർവ്യൂവിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഇത് വളരെ മോശമായിട്ടുള്ള ഒരു ട്രെൻഡാണ്. ആൻഡ് വെൻ ഡസ് ദാറ്റ് ബിക്കം വേഴ്സ് എന്നറിയോ? അതിന്റെ പിന്നാലെ വേറെ 4 പേര് പോകുമ്പോഴാണ്, അതേപോലെ 4 പേര് പോകുമ്പോഴാണ് അത് വേഴ്സ് ആവുന്നത്. എല്ലാം അങ്ങനെയാണ്. കാസ്റ്റിംഗ് കൗച്ച് ആണെങ്കിലും സെൽഫ് ഒബ്ജക്റ്റിഫിക്കേഷൻ ആണെങ്കിലും ഒക്കെ വേഴ്സ് ആവുന്നത് ഞാൻ പോയി ഒരു മാതൃക കാണിച്ച് എൻ്റെ പിന്നാലെ 4 പേര് വരുമ്പോഴാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് മോശമാണെന്ന് നമുക്ക് മനസ്സിലാവുകയാണല്ലോ. അപ്പോൾ അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി അവർക്ക് വേണമെന്ന് മാത്രമേ ഞാൻ എൻ്റെ പോസ്റ്റിൽ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ അവർ ചെയ്യുന്ന കാര്യം മോശമാണെന്നോ, അവരെന്നോ കാലം ചെയ്യണമായിരുന്നു ഇത്. വാട്ട് എവർ ഷീ ഹാവ് ഡൺ ജസ്റ്റ് നൗ കുറേ മുന്നേ ചെയ്യണമായിരുന്നു. ഓക്കെ, അവർ ചിലപ്പം പ്രിപ്പയർ ചെയ്യുന്നതായിരുന്നിരിക്കും, ദറ്റ് ഇസ് ഓൾ ഫൈൻ. പക്ഷേ ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ചും കൂടെ ഒരു കോൺവെർസേഷൻ വരണം എന്നാണ്. ഈ പ്രശ്നമൊക്കെ തീർന്നു കഴിയുമ്പോൾ ഇനി നമുക്ക് ഹണി റോസിനെ കുറിച്ച് സംസാരിക്കാൻ പറയാൻ പറ്റില്ലല്ലോ. അപ്പം തന്നെ അല്ലേ നമുക്ക് ആ കോൺവെർസേഷൻ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പക്ഷേ ആ ഒരു പ്രശ്നം വന്നപ്പോൾ ഈ രീതിയിൽ ഒരു കോൺവെർസേഷൻ നടന്നതേ ഇല്ലല്ലേ? ഇല്ല, ഈ രീതിയിലൊരു കോൺവെർസേഷൻ നടന്നില്ല. പക്ഷേ ഞാൻ സംസാരിച്ചിടത്തുനിന്ന് എനിക്ക് മനസ്സിലായത് എല്ലാവർക്കും ഇത് അറിയാം എന്നുള്ളതാണ്. അല്ല, പക്ഷെ എല്ലാവർക്കും അറിയാഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ഷിബ്ല ഒരു മുൻകൈ എടുത്ത് പല ചാനലിലും ഇത്തരം ചർച്ചകൾ നടന്നല്ലോ? ഷിബ്ല തന്നെ അത്തരം ഒരു കോൺവെർസേഷന് ഇനിഷ്യേറ്റീവ് എടുക്കാത്തത് എന്തുകൊണ്ടാണ്? ഇപ്പൊ പല ചാനലിലും ഷിബ്ല അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ, അതെന്തുകൊണ്ടാണ് ഷിബ്ല കോൺവെർസേഷൻ? ഐ ഡോണ്ട് സീ ദിസ് എന്താണ് ന്യൂസ് ചാനൽസിൽ നടക്കുന്ന ചർച്ചാസ് ഗോയിങ് എനിവെയർ. ഐ ബേസിക്കലി ഡോണ്ട് സീ ദാറ്റ്സ് ഗോയിങ് എനിവെയർ. അതാണ് മെയിൻലി ഞാൻ ഇരിക്കാതിരുന്നത്, ആ ചർച്ചയിൽ ഇരിക്കാതിരുന്നത്. ബിക്കോസ് അതെനിക്ക് ഇറ്റ്സ് മോർ ഓഫ് എൻ എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാം, അതല്ലാതെ ഒരു റിയൽ ഇൻറ്റൻഷനിലുള്ള അത്രേ ഉള്ളൂ. എനിക്ക് തോന്നാറുണ്ട് രാഹുൽ ഈശ്വറിനെയൊക്കെ പലപ്പോഴും വിളിക്കുന്നത് നീ ഇങ്ങനെ പറയണേ എന്ന് പറഞ്ഞിട്ടാണെന്ന് വരെ എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ ഐ ഡോണ്ട് ബിലീവ് അങ്ങനത്തെ ഒരു എന്താ പറയുക, അങ്ങനത്തെ ഒരു സാധനത്തിൽ എനിക്ക് വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാതിരുന്നത്. പക്ഷേ എൻ്റെ പോസ്റ്റ് അതുകൊണ്ടാണ് ഞാൻ അത്രയും കൃത്യമായി എഴുതി